വെറുതെ ഇളവായിരിക്കണ കേട്ട്. അല്ല, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കവിടെ പോകേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യമാണ്, കണ്ണായി വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ബില്ലിയെ കൊന്നതാണ്. ആര്? എന്തിന്? എന്തായാലും ഇനി മോളെ ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് അയക്കണ്ട. പോടാ, പോയി നിന്റെ പണി നോക്കടാ. മനുഷ്യയുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവൻ്റെ ഒരു ടീക്കോന. അച്ഛൻ നിന്നേ. എന്താ മോളെ? അച്ഛൻ എന്നോട് ഒരു പോലീസ് വന്നായിരുന്നു. കാറിലാ വന്നേ. എന്തിനാ വന്നേ? എനിക്കറിയില്ല. അച്ഛൻ അന്വേഷിച്ചു. അപ്പൊ ഞാൻ അച്ഛൻ ജോലിക്ക് പോയിന്നാ പറഞ്ഞേ. എന്നിട്ടോ? ആളെന്നെ സൂക്ഷിച്ചു നോക്കിട്ട് വണ്ടി എടുത്തു പോയി. പക്ഷെ അച്ഛ വണ്ടിയില് സുധേ, മോൾക്ക് തെറ്റിയതാ. പോലീസുകാരെല്ലാവരും ഇല്ല. ഇതവനാ, ആൻ്റണി. അവൻ ഈ നാട്ടുകാരനാ. അവനെ ഇതൊക്കെ പറ്റൂ അല്ലേ? അവൻ അടുത്ത നോട്ടം ഇട്ടിരിക്കുന്നത് എൻ്റെ മോളെയാണല്ലോ ഈശ്വര. ഇതെന്ത് പറ്റിയെന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാതെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. ഈശ്വര, എന്താ മാമന ഈ വഴി? വെറുതെ പണി എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാനാ. അപ്പൊ ഹോം സ്റ്റേയിലെ പണി പോയോ? പോയിട്ടില്ല. സൈഡായിട്ട് എന്തെങ്കിലും. ഇപ്പൊ റബ്ബറിന് പാവാട ഇടണം. ആണോ? ഇവിടെ പണി കുറെ ഉണ്ട്. വാമനം വന്ന എന്തായാലും നന്നായി. ചിലപ്പോ എനിക്കൊരു ഹെൽപ്പ് വേണ്ടി വരും. ഓ, വിളിച്ചാ മതി. പാവാട രഹസ്യ. എൻ്റെ മോൾക്കൊരാളോട് ചെറിയൊരു ഇഷ്ടം. അവൻ്റെ സ്വഭാവവും ചുറ്റുപാടും ഒക്കെ ഒന്ന് അറിയണം. അറിയാലോ, ഒറ്റ മോളാ. എനിക്ക് രണ്ടു കിട്ടല. ആകോട്ടെ, ആരാള്?
ചിലപ്പോൾ അറിയും. പോലീസിൽ ആന്റണി പോലീസ്. ആന്റണി പോലോസ് അറിയും. സ്വത്തൊക്കെ ഉണ്ട്, ഏക്കറാണ് ഇതിന്. അച്ഛനമ്മയൊന്നുമില്ല, ഒരു അപകടത്തിൽ മരിച്ചുപോയി. ഓ ഒരു 5-8 കൊല്ലം മുമ്പ് ഒരു ചുരത്തില് ജീപ്പ് അപകടത്തിൽ മരിച്ചു. പിന്നെ ബന്ധുക്കൾ ഇവർ വരുത്തരാ, കൂടുതലൊക്കെ അന്വേഷിക്കണം. ആള് കുറച്ച് ചൂടനാ. പിന്നെ ദേവി മാതാലേ പഠിച്ചത്. MSc കെമിസ്ട്രിക്ക് എനിക്ക് പണ്ടൊരു ക്യാൻറ്റീൻ ആയിരുന്നു അവിടെ. ആ എന്തൊരു ചൂടാണോ. ഒരു രജിസ്ട്രേഷൻ ഞാൻ പോട്ടെ. കാര്യം ഞാനിട്ട് രഹസ്യമായിരിക്കണം, ആരും അറിയരുത്. ഈ ഞാൻ പോലും അറിയില്ല. പോരെ. എത്രയായി? 6. പൈസ ഞാൻ കൊടുക്കണോ? വേണ്ട, ഞാൻ കൊടുത്തോളാം. അത് എന്റേതാ, ഞാൻ പറഞ്ഞു. ഞാൻ എന്റേതാ പറഞ്ഞു. ഞാനിത് ആദ്യമായിട്ടാ. അല്ല ലിപ്സ്റ്റിക്കാ. എന്താ ഇഷ്ടല്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞോട്ടോ. നേരത്തെ വിളിച്ചിരുന്നോ? ആ വിളിച്ചായിരുന്നു. പേരെങ്ങനെയാ? സാംസൺ. ID കാർഡ് വേണം. യെസ്, ഓക്കെ, എടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെയും വേണം. അതെൻ്റെ ഭാര്യയാണ്. എന്നാ മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും മതി. നിന്റെ ID കാർഡ് റെഡി? ആ आइए साहब जी. ചെല്ല്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹം കല്ലറയിൽ നിന്നും കാണാതായി. ജയിൽ ചാടിയ കല്ലറ ലൂയിസിനെ പോലീസ് തിരയും. കല്ലറ ലൂയിസിനെ പോലീസ് തിരയുന്നു. ആ കൊടുക്കാം സാർ. ഒരു സെക്കൻഡ്. എസ് പി അദ്ദേഹം. ഓ ഹലോ. ആ ആ കണ്ടു. ആ യെസ്, നെക്രോഫീലിയ. നെക്രോഫീലിയ ഈസ് എ പെത്തോളജിക്കൽ ഫാസിനേഷൻ വിത്ത് ഡെഡ് ബോഡീസ്. അത് ശരിയാണ്. ഡെഡ് ബോഡി മിസ്സായെന്ന് വെച്ചിട്ട് അത് നെക്രോഫീലിയ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ സർ. ഓക്കെ, ഇതിപ്പോ മിസ്സായത് കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അതിപ്പോ ആര് വേണമെങ്കിലും ആകാം സർ. ആ നെക്രോഫീലിയന്റെ ഒരു കോസ് എന്ന് പറയുന്നത് റിജക്ഷൻ ആകാം, അല്ലെങ്കിൽ വളർന്നു വരുന്ന സാഹചര്യം. പിന്നെ എല്ലാവരിലും ഒരു ചെറിയ സൈക്കോ ക്യാരക്ടർ ഉണ്ടല്ലോ സാറേ. പറ്റും. ആളെ കിട്ടാണെങ്കിൽ നമുക്ക് ഹിപ്നോട്ടിസം പോസിബിൾ ആണ്. പിന്നെ സാറേ, നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി മെയിലോ ഫീമെയിലോ ആകാം. രണ്ടും പോസിബിൾ ആണ്. ഓക്കെ 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 സർ. ആ ശരി. ആ പോണിങ്ങ. അല്ല, ഈ ഡെഡ് ബോഡിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാ എന്റെ മനുഷ്യ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാനില്ലേ? അയ്യാ, പുതിയ കോമഡി. ഈ പെൺകുട്ടിയുടെ ബോഡി വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാരണം എന്താ? അത് കൊലപാതകമാണോന്ന് സംശയം തോന്നിയുണ്ട്. അപ്പൊ ബോഡി കിട്ടാതിരിക്കേണ്ട ആവശ്യം ആർക്കായിരിക്കും? പോരാത്തതിന് വേറെ ബോഡിയൊന്നും മിസ്സായില്ലല്ലോ അല്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ പ്രതി നെക്രോഫീലിയക്കാണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്? അതൊക്കെ റെയർ കേസാണ് കേട്ടാ. 1 in a million. വെറുതെ അതിന്റെ പുറകെ പോയിട്ട് സമയം കളയണ്ട കേട്ടോ. നീ പുലിയാണ് കേട്ടാ. ഓ ഓ